മരുന്നുകൾക്ക് തോന്നിയതുപോലെ വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് കേന്ദ്ര സർക്കാർ. ആരോഗ്യ ഔഷധ മേഖലയിലെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സർക്കാർ മുതൽ മുടക്ക് ഏറ്റവും കുറവ് നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. ദേശീയ വരുമാനത്തിന്റെ 2% വകയിരുത്തുന്നത്. കോർപ്പറേറ്റ് കമ്പനികൾക്ക് നൽകിയ അധികാരം മൂലം അനിയന്ത്രിത വിലവർദ്ധനവാണ് ഔഷധമേഖലയിൽ നടക്കുന്നത്. വില നിയന്ത്രണ മരുന്നുകൾക്ക് 12.12% വർദ്ധിപ്പിച്ചത്. 18% നികുതിയും വർദ്ധിപ്പിച്ചു. വൻകിട കമ്പനികളുടെ മരുന്നുകൾക്ക് കേന്ദ്ര സർക്കാർ യഥേഷ്ടം വിപണിയൊരുക്കിക്കൊടുത്തുവെന്ന് ജനകീയ ആരോഗ്യ സമിതി സംസ്ഥാന കോർഡിനേറ്റർ AV പ്രദീപ് കുമാർ പറഞ്ഞു. പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികൾ, നമുക്ക് 5 പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 5 പൊതുമേഖലാ ഔഷധ നിർമ്മാണ കമ്പനികളെയും പൂർണ്ണമായും അടച്ചു പൂട്ടിയതിനു ശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യ കുത്തക കമ്പനികൾ, അത് വിദേശത്തെയും നമ്മുടെ രാജ്യത്തെയും കുത്തക കമ്പനികളിൽ നിന്നും മരുന്നുകൾ വാങ്ങിച്ച് നമ്മുടെ ജനൌഷധി സ്റ്റോറുകളിലൂടെ വിൽപ്പന നടത്തുന്നത്. ജൻ ഔഷധി സ്റ്റോറുകൾ കാവ്യവൽക്കരിക്കപ്പെട്ടു. മരുന്നുകളിൽ ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്നതിന്റെ ആദ്യാക്ഷരം ഭ-ജ-പ കാവ്യനിറത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്നതിന്റെ ഹിന്ദി ചുരുക്കമാണ് ഭ-ജ-പ. മരുന്നിലടക്കം കാവ്യവൽക്കരണം നടത്തുന്നതിനെതിരെയും മരുന്നുകളുടെ വിലവർദ്ധനവിനെതിരെയും ജനകീയ ആരോഗ്യ സമിതി സംസ്ഥാനത്ത് 17-ന് പ്രക്ഷോഭം സംഘടിപ്പിക്കും. ജില്ലാടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രതിഷേധ സത്യാഗ്രഹത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കും. 17-ന് വൈകിട്ട് 4-ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.